ഈ 50-100 രൂപയ്ക്കുമേ ഈ കച്ചവടക്കാരോട് ബാർഗിൻ ചെയ്യുന്ന കൂതറകൾക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. കാരണം എല്ലാവരും വ്ളോഗറാണ്. ഒരുത്തയും വീഡിയോ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അതിനെ കണ്ട് കോപ്പി അടിച്ചിട്ട് എല്ലാവരും വീഡിയോ ചെയ്യുകയാണ്. ഇമാർ കറക്റ്റായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ പറഞ്ഞു കൊടുക്കില്ല. ഇത് കച്ചവടക്കാരനോട് 50-100 രൂപയ്ക്ക് മീൻ വാങ്ങാൻ പോകുന്ന കൂതറകൾ പറയുന്നത് എന്തെന്നറിയാം, വിഴിഞ്ഞത്ത് ഭയങ്കര ചാകരയാണെന്നാണ് പറയുന്നത്. ഈ കാണുന്ന ഒരു കാഴ്ച ഉണ്ട്. ജൂലൈ 6-ാം തീയതി സമയം രാവിലെ 10 മണിയായിട്ടുണ്ട്. ഈ കാണുന്നതൊക്കെ തട്ടുപടിക്കാരാണ് കേട്ടോ. 2000 തട്ടുപടിക്കാർ പണിക്ക് പോയി കഴിഞ്ഞാൽ ഒരു 50-100 തട്ടുപടിക്കാർക്ക് എന്തെങ്കിലും കുറച്ച് മീനുകൾ കാണും. നിങ്ങൾ എന്ത് കണക്കിനാണ് ഈ ചാകര എന്ന് പറയുന്നത്? ചാകര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ 2000 വള്ളം പണിക്ക് പോയി കഴിഞ്ഞാൽ ഒരു 50-100 വള്ളക്കാർക്ക് കുറച്ച് നെത്തോലി മീൻ കിട്ടുന്നതിനാണ് ചാകര എന്ന് പറയുന്നത്. കുറേ വ്ളോഗർമാർ ഇറങ്ങിയിട്ടുണ്ട്. ഈ വ്ളോഗർമാർ കറക്റ്റായിട്ടുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുക്കൂല. അപ്പോൾ ഈ വീടുകളിൽ മീനൊക്കെ കൊണ്ട് കൊടുക്കുമ്പോൾ നമ്മുടെ വീഡിയോ എടുത്ത് കാണിച്ചിട്ട് പറയും, ഇതാ കണ്ട ഭയങ്കര ചാകരയാണെന്ന്. നിങ്ങൾ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കുക ആരെ ചാനലാണ്, ഏത് ചാനലിലാണ് ചാകര എന്ന് പറഞ്ഞ് ഇട്ടിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കണം. ഞാനിപ്പോൾ കൂടുതലായിട്ട് വീഡിയോ കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് നിൽക്കുന്നില്ല. ഈ കാണുന്ന ഒരു തിരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 1-2 മണിക്കൂർ കാണും. ഇവർ നേരെ ഇവരുടെ ഈ തട്ടുമടിയിൽ കിട്ടുന്ന കുറച്ച് മീനുകൾ ഇവിടെ ലേലത്തിൽ കൊടുത്തുകൊണ്ട് ഇവരുടെ നാടുകളിലോട്ട് പോകും കേട്ടോ. ഇനിയും കുറച്ചുകൂടെ കഴിഞ്ഞാൽ പറയാൻ പറ്റത്തില്ല. കുട്ടിച്ചൂര എന്നുള്ളൊരു സാധനമുണ്ട്. അത് വന്നാൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഇല്ല. ഓരോ സമയവും മീനുകൾക്ക് ഓരോ വിലയായിരിക്കും. ഇപ്പോൾ കുറച്ച് മീൻ കൂടുതലുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞ് മീൻ കുറവായിരിക്കും കേട്ടോ. വില അതുപോലെ തന്നെയാണ്. ഇപ്പോൾ വില കൂടുതലായിരിക്കും, കുറച്ച് കഴിഞ്ഞ് വില കുറയില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ കുറവായിരിക്കും, കുറച്ച് കഴിഞ്ഞ് കൂടും. ഇതൊക്കെ കടപ്പുറത്തെ ഒരു കാഴ്ചകളാണ്. അപ്പോൾ ഈ പറയുന്നവർ ചിലവും കാര്യങ്ങളൊന്നും തന്നെ പറഞ്ഞു കൊടുക്കാറില്ല. അതായത് ഈ കടപ്പുറ വിലയെന്ന് ഞാൻ കൂടെ നമ്മുടെ വീഡിയോ വഴി പറഞ്ഞു തരുന്നത് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഈ കറിക്ക് മീൻ വാങ്ങാനായിട്ട് 50-100 രൂപയ്ക്ക് വന്നിട്ട് ഈ കച്ചവടക്കാരോട് ബാർഗിൻ ചെയ്യുന്നവർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഈ കടപ്പുറ വിലയ്ക്ക് പുറമെ അവർക്ക് ഇനിയും ഒരിരട്ടി ചിലവ് വീണ്ടും കൂടുതലാണ്. അതും കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. ഇന്ന് ജൂലൈ 6-ാം തീയതി വരുന്ന തട്ടുമടിക്കാർക്ക് കുറച്ച് നെത്തോലി മീൻ തന്നെയാണ് ഉള്ളത് കേട്ടോ. നേരത്തേക്കെന്ന് പറഞ്ഞാൽ 1 വള്ളം 2 വള്ളം നിറയൊക്കെ തട്ടിക്കൊണ്ടുവരും. ഇപ്പോൾ അങ്ങനെയല്ല. കിട്ടുന്ന കുറച്ച് മീൻ 1-2 പെട്ടിയിലാക്കിയാണ് അവർ കൊണ്ടുവരുന്നത്. ഈ പുറകിൽ കാണുന്ന ഒരു കാഴ്ച ഉണ്ടല്ലോ. അപ്പോൾ ഈ ഒരു തിരക്ക് കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഒന്നും കാണത്തില്ല. നിലവിലെ ഒരു അവസ്ഥ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ഈ തട്ടുമടിക്കാർക്ക് കുറച്ച് ഈ നെത്തോലി മീനുകൾ മാത്രം തന്നെയാണ് ഉള്ളത് കേട്ടോ. അതുപോലെ തന്നെ ഇനിയും കുറച്ചുകൂടെ കഴിഞ്ഞാൽ ചിലപ്പോൾ വിഴിഞ്ഞ വള്ളമോ ഇല്ലെങ്കിൽ തമിഴ്നാട് വള്ളവളക്കാരോ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് കുട്ടിച്ചൂര കാണും. അപ്പോൾ കുട്ടിച്ചൂര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ഉള്ളതുപോലെയല്ല കേട്ടോ. നേരത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വള്ളക്കാർ വില കുറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കൊടുത്തുകൊണ്ട് പോകുന്ന ഒരു കാഴ്ചയെ കൊണ്ട്. പക്ഷേ ഇപ്പോൾ വള്ളക്കാർക്കും കാര്യങ്ങളൊക്കെ അറിയാം. ഇവർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുട്ടിച്ചൂരയ്ക്ക് കടപ്പുറ വില ഏകദേശം ഒരു 40 രൂപയിൽ കുറഞ്ഞു കഴിഞ്ഞാൽ അവർ കൊടുക്കത്തില്ല. അതുപോലെ തന്നെയാണ് കുട്ടിച്ചൂര 2 രീതിക്കാണ് കുട്ടിച്ചൂര കൊണ്ടുവരുന്നത് വള്ളക്കാർ. ഒന്ന് വലയ്ക്കും ഒന്ന് ചൂണ്ടയ്ക്കുമാണ്. അപ്പോൾ എപ്പോഴും ഈ വലയ്ക്ക് വരുന്ന കുട്ടിച്ചൂര ചൂണ്ട മീനിനേക്കാളും കുറച്ച് വില കുറവായിരിക്കും കേട്ടോ. ആ ഒരു കാര്യം കൂടെ മനസ്സിലാകും. ഇപ്പം ഉദാഹരണത്തിന് വലയുടെ കുട്ടിച്ചൂര ഒരു 40 രൂപയാണെങ്കിൽ അതുപോലെ ചൂണ്ടയ്ക്കുള്ളത് ചിലപ്പോൾ 50-60 രൂപയാകും. അത് കടപ്പുറ വിലയാണ്. ഇന്ന് ഞാൻ പള്ളം ഫിഷ് മാർക്കറ്റിൽ പോയപ്പോൾ ഒരു കച്ചവടക്കാരൻ എന്നോട് പറഞ്ഞതാണ്, വേറെ വ്ളോഗർമാരൊക്കെ ചാകര എന്ന് പറഞ്ഞിട്ടിരിക്കുകയാണെന്ന്. ഈ ഒരു തിരക്ക് കുറച്ചുകൂടെ കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ തിരക്കോ കാര്യങ്ങളൊന്നും കാണത്തില്ല നമ്മുടെ വിഴിഞ്ഞത്ത്. പണ്ടുള്ളതുപോലെ ഒരു സീസൺ ടൈമെന്നൊന്നും പറയാൻ തന്നെ പറ്റത്തില്ല. ഇതും ഒരു ഓഫ് സീസൺ തന്നെയാണ്. നേരത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാർക്ക് അറിയാം, ഒരു 100 വള്ളം കരയ്ക്ക് വന്നു കഴിഞ്ഞാൽ 100 വള്ളം വെയിറ്റിംഗ് ആയിരിക്കും അടുത്ത് അവർ തള്ളി വിട്ട് കഴിഞ്ഞാൽ കൊണ്ട് അടുപ്പിക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത്. നിലവിൽ ഇന്ന് ജൂലൈ 6-ാം തീയതി ഉള്ള ഒരു വിശേഷം ഇത് തന്നെയാണ്. കുട്ടിച്ചൂര ഇതുവരെയ്ക്ക് വരാൻ തുടങ്ങിയിട്ടില്ല. കുറച്ച് നെത്തോലി മീനുകളുണ്ട്. പിന്നെ ഇനിയും ചെറിയ ഫൈബർ വള്ളക്കാർക്ക് കുറച്ച് നവര മീൻ വരുന്നുണ്ട്. ചെറിയ സൈസ് ചൂരക്കുട്ടിയും വരുന്നുണ്ട്. ചൂരക്കുട്ടിയാണ്, പൊള്ളലല്ല കേട്ടോ. അപ്പോൾ ഇത് തന്നെയാണ് നിലവിൽ കാണുന്ന ഒരു കാഴ്ചയുണ്ട്. ഒരുപാട് വള്ളക്കാരൊക്കെ ഓടി വരുന്നുണ്ട്. പണിക്കൊക്കെ പോയിട്ട് വരുന്ന വള്ളക്കാരാണ് കേട്ടോ. ഓരോ സമയവും ഓരോ വള്ളക്കാരും ഓരോ രീതിക്കായിരിക്കും പണിക്ക് പോകുന്നത്. വൈകുന്നേരം പോകുന്നത് വലക്കാരായിരിക്കും. വെളുപ്പിന് 1 മണി 2 മണി സമയമൊക്കെ പോകുന്നത് കുട്ടിച്ചൂര വള്ളക്കാരായിരിക്കും. അത് കഴിഞ്ഞ് വെളുപ്പിന് വീണ്ടും 5 മണി സമയം ചിലപ്പോൾ റോള് വല എന്ന് പറയും, താത്തുവല എന്നൊക്കെ പറയും കേട്ടോ. ഇങ്ങനെ ഓരോ രീതിക്കാണ് പണിക്ക് പോകുന്നത്. അപ്പോൾ നേരത്തെ ഉള്ളതുപോലെയുള്ള ഒരു സീസൺ ടൈം അല്ല ഇപ്പോൾ. സീസൺ എന്ന് പേര് മാത്രമേ ഉള്ളൂ. 1 മാസവും ഇന്ന് 6 ദിവസമായിട്ടുണ്ട് സീസൺ തുടങ്ങിയിട്ട്. പക്ഷെ അതിൻ്റെ ഒരു അന്തരീക്ഷമൊന്നും നമുക്ക് പറയാനേ പറ്റത്തില്ല. ഈ കാണുന്ന ഒരു കാഴ്ച ഉണ്ടാ, ഇത് സീസണിൻ്റെ ഒരു പകുതി ഭാഗം പോലും ആയിട്ടില്ല കേട്ടോ. ഇത്രയും തിരക്ക്, ഇത്രയും വള്ളവും ഇത്ര ജനക്കൂട്ടവും. അപ്പോൾ അതുകൊണ്ട് ഈ ബാർഗിൻ ചെയ്യുന്ന ആൾക്കാർ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഏരിയയിൽ നിന്ന് വിഴിഞ്ഞത്തേക്ക് വരിക. വിഴിഞ്ഞത്തേക്ക് വന്നിട്ട് ഇവിടെ മീൻ എടുത്തു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഇവിടുത്തെ സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാകത്തുള്ളൂ കേട്ടോ. ഈ അനാവശ്യമായിട്ട് സംസാരിക്കാൻ പോലും അറിയാത്ത ഈ വ്ളോഗർമാർ ചെയ്യുന്ന വീഡിയോ കണ്ടിട്ട് ഇല്ലെങ്കിൽ പഴയ ഏതെങ്കിലും വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഈ വരുന്ന കച്ചവടക്കാരോട് ബാർഗിൻ ചെയ്യാൻ നിൽക്കല്ലേ. രണ്ടാമതൊരു കാര്യം പറയാനുള്ളത്, ഈ അവിഞ്ഞ മീൻ എടുത്തുകൊണ്ട് വന്നിട്ട് ഈ വിഴിഞ്ഞത്തിൻ്റെ പേര് പറഞ്ഞിട്ട് വിൽക്കുന്നവന്മാർ ഒരുപാടുമാരുണ്ട് കേട്ടോ. അവിഞ്ഞ മീൻ കിട്ടുന്ന സ്ഥലത്ത് അവന്മാരെ വണ്ടികൾ കാണാൻ പറ്റും നമുക്ക് പോയി കഴിഞ്ഞാൽ.
അപ്പം നിങ്ങളിപ്പം ഒരു മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ ഒരു 5 അയല നിങ്ങൾക്ക് 200 രൂപയ്ക്ക് കിട്ടും. ഒരുത്തം വച്ചിരിക്കുന്ന 3 അയല 200 രൂപയ്ക്കായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റിയും അതിൻ്റെ ആ ഒരു ഫ്രഷ്നെസ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് ഒരാൾ 5 എണ്ണം 200-നും ഒരാൾ 3 എണ്ണം 200-നും കൊടുക്കുന്ന കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കിയിരിക്കണം കേട്ടോ. അപ്പോൾ ഇത്രയും തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ കാരണം നമുക്ക് സങ്കടമുണ്ട്. കാരണം ഞാൻ കൂടുതലായിട്ടൊന്നും വീഡിയോ ചെയ്യാനായിട്ട് നിൽക്കുന്നില്ല. എന്നെ കോപ്പി അടിച്ചിട്ട് തന്നെ ഒരുപാട് ചാനലുകാർ വീഡിയോ ചെയ്യുന്നുണ്ട്. നമ്മുടെ പയ്യന്മാർ തട്ടുമടി അണഞ്ഞിട്ട് വന്നവന്മാരാണ്. ഹായ് പറയുന്നുണ്ട് ഉണ്ടല്ലോ. അപ്പോൾ ഇതാണ് കാര്യം. നമുക്ക് സങ്കടമുള്ളതുകൊണ്ടാണ് പറയുന്നത്. എന്നെ കണ്ട് കോപ്പി അടിച്ചിട്ട് എന്നെപ്പോലെ വീഡിയോ ചെയ്തിട്ട് ഇപ്പോൾ പരാതിയല്ല നമുക്കാണ് വരുന്നത്. ഏത് പരാതി വന്നു കഴിഞ്ഞാലും ഒരു വിഷയമില്ല. നമ്മൾ പബ്ലിക് പ്ലേസിൽ നിന്നിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. ആരെയും കുളിമുറി കയറിയല്ല വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ ആരോട് പോയി കംപ്ലയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ശരി തന്നെ, നമുക്ക് നമ്മുടെ വീഡിയോ കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ തെളിയിക്കാനായിട്ട് പറ്റും നമ്മൾ എന്ത് വീഡിയോ ആണ് ചെയ്തിട്ടുള്ളതെന്ന്. ഓക്കെ അല്ലേ? ബൈ ബൈ.